നബി യമനിലെയും അറബ് ലോകത്തെയും ചരിത്രത്തെ തിരുത്തിക്കുറിച്ച പ്രവാചകനും ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനുമാണ്. AD 570 മക്കയിലാണ് അവിടുന്ന് ജനിച്ചത്. ജനനവും ബാല്യകാലവും. ജനനം ക്രിസ്തുവർഷം 570, ആനക്കലഹ വർഷം. മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ചു. അനാഥത്വം. ജനനത്തിനു മുമ്പേ പിതാവും 6-ാം വയസ്സിൽ മാതാവും മരണപ്പെട്ടു. പിന്നീട് മുത്തശ്ശനായ അബ്ദുൽ മുത്വലിബും അദ്ദേഹത്തിന്റെ മരണശേഷം പിതൃവ്യനായ അബൂത്വാലിബും വളർത്തി. വിശ്വസ്തത. ചെറുപ്പത്തിലെ സത്യസന്ധതയും വിശ്വസ്തതയും കാരണം അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിൽ മക്കക്കാർക്കിടയിൽ അറിയപ്പെട്ടു. വിവാഹവും പ്രവാചകത്വവും. വിവാഹം 25-ാം വയസ്സിൽ കച്ചവടക്കാരിയായ ഖദീജ ഉറയ്യെ വിവാഹം കഴിച്ചു. പ്രവാചകത്വം 40-ാം വയസ്സിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ജിബ്രീൽ മാലാഖ വഴി അല്ലാഹുവിന്റെ ആദ്യ ദിവ്യസന്ദേശം ഖുർആൻ ലഭിച്ചു. പ്രബോധനം. ആദ്യ 3 വർഷം രഹസ്യമായും പിന്നീട് പരസ്യമായും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു. ഹിജ്റയും മദീന ജീവിതവും. മക്കയിലെ എതിർപ്പുകൾ. ഏകദൈവ പ്രബോധനം മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളെ ചൊടിപ്പിച്ചു. പ്രവാചകനും അനുയായികൾക്കും നേരെ കടുത്ത പീഡനങ്ങളുണ്ടായി. ഹിജ്റ ഓഫ് AD 622. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകനും അനുയായികളും മക്കയിൽ നിന്ന് യഥ്രിബിലേക്ക് മദീന പലായനം ചെയ്തു. ഇതാണ് ഇസ്ലാമിക് കലണ്ടറിലെ ഹിജ്റ തുടക്കം. മദീന ഭരണം. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും മദീന ചാർട്ടർ, മെഡിന ചാർട്ടർ വഴി സർവ്വമത സഹോദര്യവും നീതിയും ഉറപ്പാക്കുകയും ചെയ്തു. പ്രധാന യുദ്ധങ്ങളും വിജയങ്ങളും. ഖുറൈശികളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ബദർ, ഉഹുദ്, ഖന്ദഖ് എന്നീ യുദ്ധങ്ങൾ നയിക്കേണ്ടിവന്നു. മക്ക വിജയം ഓഫ് AD 630. രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക കീഴടക്കി. എതിരാളികൾക്ക് പൊതുമാപ്പു നൽകി കാരുണ്യത്തിന്റെ ഉന്നത മാതൃക കാണിച്ചു. വിടവാങ്ങൽ. പ്രസംഗവും വഫാത്തും. വിടനൽകൽ. ഹജ്ജ്. ഹിജ്റ 10 അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ മാനവികത, സമത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു. വഫാത്ത് AD 632. ഹിജ്റ 11, 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് പ്രവാചകൻ